നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഒരേ സമയം 3 അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തത്. ഇക്കൂട്ടത്തിലാണ് സർവേ കപ്പലായ INS സംശോധകം കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ സർവേ വെസൽ പ്രോഗ്രാമിൻ്റെ 4ാമത്തെയും അവസാനത്തെയും കപ്പലാണിത്. INS ദുനാഗിരി, INS അഗ്രൈ എന്നീ യുദ്ധക്കപ്പലുകൾക്കൊപ്പം ജൂൺ 21-നാണ് സംശോധകം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചത്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് അഥവാ GRC ആണ് നിർമ്മിച്ചത്. മിസൈലുകളും ടോർപിഡോകളും വഹിക്കുന്ന യുദ്ധക്കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി സംശോധകന്റെ പ്രധാന ദൗത്യം വിവരശേഖരണമാണ്. സമുദ്രത്തിനടിത്തട്ട് മാപ്പ് ചെയ്യുക, നാവിക റൂട്ടുകൾ തയ്യാറാക്കുക, സമുദ്രശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുക, കൃത്യമായ ഹൈഡ്രോഗ്രാഫിക് സർവേകളിലൂടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ചുമതലകൾ. ആധുനിക നാവിക യുദ്ധങ്ങൾ സമുദ്രത്തിനടിയിലെ കൃത്യമായ വിവരങ്ങളെയാണ് ഏറെയും ആശ്രയിക്കുന്നത്. അന്തർവാഹിനികൾ, യുദ്ധക്കപ്പലുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്കെല്ലാം സമുദ്രത്തിനടിത്തട്ടിലെ അവസ്ഥകൾ, ജലത്തിൻ്റെ ആഴം, നീരൊഴുക്കുകൾ, വെള്ളത്തിനടിയിലെ തടസ്സങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരം ആവശ്യമാണ്. INS സംശോധക് ഇത്തരം മാപ്പുകൾ തയ്യാറാക്കുകയും ഇത് കൂടെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് നാവികസേനയ്ക്ക് മാത്രമല്ല, വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും തുറമുഖ വികസനത്തിനും ഒരേപോലെ സഹായകരമാകും. സംശോധക് നൽകുന്ന ഇത്തരം വിവരങ്ങളാണ് യുദ്ധക്കപ്പലുകളെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുക. ലളിതമായി പറഞ്ഞാൽ, യുദ്ധക്കപ്പലുകൾ യുദ്ധം ചെയ്തേക്കാം, എന്നാൽ ആ യുദ്ധക്കപ്പലുകൾക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള വിവരങ്ങൾ നൽകുന്നത് ഇത്തരം സർവേ കപ്പലുകളാണ്. നൂതന സാങ്കേതിക വിദ്യകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് INS സംശോധക്. അത്യാധുനിക ഡാറ്റ അക്വിസിഷൻ സിസ്റ്റങ്ങൾ, അതായത് താപനില, മർദ്ദം, വോൾട്ടേജ് തുടങ്ങിയവ സെൻസറുകൾ വഴി ശേഖരിച്ച് കമ്പ്യൂട്ടറുകൾ മനസ്സിലാക്കുന്ന ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമാണ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. സ്വയം നിയന്ത്രിത അന്തർവാഹിനി വാഹനങ്ങൾ അഥവാ AUV, മൈനുകൾ കണ്ടെത്താനും കടലിലെ ആശയവിനിമയ കേബിളുകൾ പരിശോധിക്കാനും അന്തർവാഹിനികൾ നിരീക്ഷിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവ ഉപയോഗിക്കുക. കടലിൽ കാണാതാകുന്ന കപ്പലുകളുടെയും വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കും. റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് അഥവാ ROV, സൈറ്റ് സ്കാൻ, സോണാർ സംവിധാനം എന്നിവയും ഈ കപ്പലിലുണ്ട്. തീരദേശത്തും ആഴക്കടലിലും ഒരേപോലെ വിവരശേഖരണം നടത്താൻ ശേഷിയുള്ള ഈ കപ്പൽ അന്തർവാഹിനികളുടെ സുഗമമായ നീക്കങ്ങൾക്ക് ആവശ്യമായ നോട്ടിക്കൽ ചാർട്ടുകളും തയ്യാറാക്കും. തീരദേശ വിവരങ്ങൾക്കൊപ്പം ആഴക്കടൽ സർവേകൾ നടത്താനും സമുദ്രത്തിനടിത്തട്ട് മാപ്പ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. സമുദ്രത്തിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ നാവിക ആസൂത്രണങ്ങൾക്കും അന്തർവാഹിനികളുടെ നീക്കങ്ങൾക്കും ഈ കപ്പൽ വലിയ പിന്തുണ തന്നെയാണ് നൽകുക. ഏകദേശം 3400 ടൺ ഭാരവും 110 മീറ്റർ നീളവുമുള്ള കപ്പൽ ഇരട്ട ഡീസൽ എഞ്ചിനുകളുടെ കരുത്തിലാണ് പ്രവർത്തിക്കുന്നത്. 18 നോട്ടിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇതിന് കടലിൽ ദീർഘകാലം ദൗത്യങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. 80%-ലധികവും തദ്ദേശീയമായാണ് ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നത് രാജ്യത്തിന്റെ കപ്പൽ നിർമ്മാണ മേഖലയുടെ വളർച്ച അടിവരയിടുന്നത് കൂടിയാണ്. പ്രതിരോധത്തിനപ്പുറം സിവിലിയൻ മേഖലയ്ക്കും സംശോധകന്റെ സേവനം ലഭ്യമാണ്. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കൽ, ദുരന്ത നിവാരണ ആസൂത്രണം, സമുദ്ര ഗവേഷണം, തുറമുഖ വികസനം എന്നിവയ്ക്കും കപ്പൽ വലിയ സംഭാവന നൽകും. കൂടാതെ അത്യാഹിത ഘട്ടങ്ങളിൽ തിരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും പ്രത്യേകം സവിശേഷതകളോടെയാണ് ഈ ക്ലാസ്സിലെ കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്ന ഇന്ത്യക്ക് സംശോധകന്റെ വരവ് വലിയ ആത്മവിശ്വാസമാണ് നൽകുക. മറ്റ് യുദ്ധക്കപ്പലുകളെ പോലെ വലിയ ആയുധശേഷിയോ അന്തർവാഹിനി വിരുദ്ധ ആയുധങ്ങളോ സംശോധകൻ ഇല്ലായിരിക്കാം, എന്നാൽ അതിനേക്കാളൊക്കെ വിലപ്പെട്ട മറ്റൊന്നാണ് ഈ കപ്പൽ നാവികസേനയ്ക്ക് സമ്മാനിക്കുന്നത്: കൃത്യമായ വിവരങ്ങൾ. കാരണം ആധുനിക സമുദ്ര യുദ്ധരംഗത്ത് വിവരങ്ങളാണ് ഏറ്റവും വലിയ ആയുധം.